ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭാ സ്പീക്കർക്കെതിരെ അവിശ്വാസം കൊണ്ടുവന്നിരിക്കുകയാണ് ഇന്ത്യ മുന്നണി. പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി അവിശ്വാസത്തെ പിന്താങ്ങിയത് വലിയ തിരിച്ചടിയാണ് ബിജെപിക്ക് സമ്മാനിച്ചത്. പ്രതിപക്ഷ പാർട്ടികൾ ഭിന്നിച്ചു നിൽക്കുന്നതും പല തട്ടുകളിൽ ആശയങ്ങളെ പിന്തുണയ്ക്കുന്നതും ബിജെപിക്ക് ഗുണകരമായിരുന്നു. പലപ്പോഴും പ്രതിപക്ഷത്തെ ഐക്യം തകർക്കാൻ ബിജെപി ശ്രമിക്കുന്നുണ്ടായിരുന്നു. DMK ഭരിക്കുന്ന തമിഴ്നാടിന് വാരിക്കോരി പണം നൽകുന്ന കോൺഗ്രസ് ബംഗാളിനെയും കേരളത്തിനെയും അവഗണിക്കുന്നുണ്ട്. എന്നാൽ അവിശ്വാസ പ്രമേയം ചർച്ചയാക്കിയപ്പോൾ ആദ്യം വിട്ടുനിന്ന തൃണമൂൽ കോൺഗ്രസും ഒഡീഷയിലെ BJDയും കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് പാർലമെന്റിൽ കാണാൻ സാധിച്ചത്. ഏറ്റവും ഒടുവിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ ഇംപീച്ച് നടപടിയുമായി മുന്നോട്ടു പോവുകയാണ് ഇന്ത്യ മുന്നണി. സ്പീക്കർക്കെതിരെ കൊണ്ടുവന്ന അവിശ്വാസത്തിന് സമാനമായ രീതിയിൽ പ്രതിപക്ഷ പിന്തുണ കിട്ടുകയാണെങ്കിൽ അത് BJപിക്ക് കടുത്ത തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വോട്ടർ പട്ടികയിൽ നിന്ന് വൻതോതിൽ പേരുകൾ നീക്കം ചെയ്യുന്നു എന്നാരോപിച്ച് തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിന് മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. നേരത്തെ രണ്ട് തട്ടിൽ നിന്നിരുന്ന TMCയും കോൺഗ്രസും വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് ഇന്ത്യ സഖ്യത്തിനും ആശ്വാസമാകുന്ന ഘടകമാണ്. നേരത്തെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ ചേർന്ന നിർണായക യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. പശ്ചിമ ബംഗാളിലെ വോട്ടർ പട്ടിക പുതുക്കിയപ്പോൾ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നുവെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി കഴിഞ്ഞ 4 ദിവസമായി പ്രതിഷേധത്തിലാണ്. ഇതിന്റെ തുടർച്ചയായാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ നീക്കം ചെയ്യാനുള്ള നീക്കം പ്രതിപക്ഷം ശക്തമായിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് നേതാവ് ശതാബ്ദി റോയാണ് യോഗത്തിൽ വിഷയം ഉന്നയിച്ചത്. ഭരണഘടനയുടെ 324(5) വകുപ്പ് പ്രകാരം സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിന് സമാനമായ സങ്കീർണമായ നടപടിക്രമങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പുറത്താക്കാനും വേണ്ടത്. ലോക്സഭയിൽ 100 രാജ്യസഭയിൽ 50 അംഗങ്ങളുടെ ഒപ്പ് പ്രമേയത്തിന് അത്യാവശ്യമാണ്. തങ്ങൾക്ക് ഇതിനാവശ്യമായ അംഗബലമുണ്ടെന്ന് പ്രതിപക്ഷ നേതാക്കൾ അവകാശപ്പെടുന്നുമുണ്ട്. വരും ദിവസങ്ങളിൽ തന്നെ പ്രമേയം സഭയിൽ അവതരിപ്പിക്കാനാണ് പ്രതിപക്ഷ നീക്കം നടക്കുന്നത്. നേരത്തെ ലോക്സഭാ സ്പീക്കർക്കെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിനെ 148 MPമാർ പിന്തുണച്ചതായാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെറ്റായ നിലപാടുകളെ തുറന്ന് എതിർക്കുന്ന ആന്ധ്രയിലെ TDPയും ബീഹാറിലെ JDUവും ഈ ഇംപീച്ച്മെന്റിനെ പിന്തുണച്ചാൽ ഈ നടപടിക്രമങ്ങൾ ഒരുപക്ഷെ വിജയിച്ചേക്കാം. അതിനിർണായക തെരഞ്ഞെടുപ്പുകൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടാൽ അത് കേന്ദ്ര സർക്കാരിനെ കൂടി വലിയ തിരിച്ചടിയിലാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇംപീച്ച്മെന്റ് എന്ന ശിക്ഷയിൽ നിന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് രക്ഷയില്ല എന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇക്കാര്യം ഇന്ത്യ സഖ്യം ചർച്ച ചെയ്തതോടെ രാഹുലിനെ ചൊറിഞ്ഞതിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഖേദിക്കുന്നുണ്ട്. മാസങ്ങൾക്ക് മുൻപ് രാഹുൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ഇതാണ് പെട്ടെന്നുള്ള തീരുമാനത്തിലേക്ക് നയിച്ച ഘടകം. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഭൂരിപക്ഷം ഇപ്പോഴും NDAക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇംപീച്ച്മെന്റ് പാസാക്കുവാൻ BJപിക്കൊപ്പം നിൽക്കുന്ന ഘടകകക്ഷികളെ കോൺഗ്രസിന് ആവശ്യമാണ്. ഇവിടെ TDPയുടെ നിലപാടുകൾ ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമാണ്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവുമായി രാഹുൽ സംസാരിക്കാൻ സജ്ജരായി കഴിഞ്ഞു. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് രാഹുലിനും ചന്ദ്രബാബുവിനും ഇടയിൽ നിൽക്കുന്നത്. ചന്ദ്രബാബു നായിഡു ഒപ്പം നിന്നാൽ ഇംപീച്ച്മെന്റ് പാസാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. BJP വക്താവിനെ പോലെയാണ് കമ്മീഷൻ സംസാരിച്ചതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുമുണ്ട്. അതേസമയം രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയങ്ങളെ രാഷ്ട്രീയമായി നേരിടാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. രാഹുൽ വോട്ടർ പട്ടികയിൽ ചൂണ്ടിക്കാട്ടിയ പിഴവുകളിൽ ചിലതിന് മാത്രമാണ് കമ്മീഷൻ ഉത്തരം നൽകിയത്. അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിച്ച ശേഷം ഇത് തെളിയിക്കാൻ തയ്യാറാകുന്നില്ല. ഇതായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വാദങ്ങൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിശ്ചയിക്കുന്ന കൊളീജിയത്തിലെ അംഗമാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിക്കെതിരായ കമ്മീഷന്റെ ഈ പരസ്യ നീക്കം രാഷ്ട്രീയ തർക്കം രൂക്ഷമാക്കാൻ ഇടയാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.